അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചും ഇരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ അല്ലോ. നിങ്ങളിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, യേശു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നിങ്ങളുടെ പാപപരിഹാരത്തിനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് യേശു കർത്താവെന്ന് പറയുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകും. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ സ്വർഗം അധികാരം തന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും ലോകത്തിൽ നിന്നല്ല ജനനം. പറയാണ്, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, രക്തത്തിൻ്റെ ഇഷ്ടത്താലല്ല, നാം ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവ മക്കളായി. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവ മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയാണ്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. എന്നിട്ട് പറയണത്, ദൈവാത്മാവിനെ ഇന്നതിനാൽ അറിയാം, ഇതിനാൽ അറിയാം. എങ്ങനെ അറിയാൻ പറ്റുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശു ക്രിസ്തു ജഡത്തിൽ എവിടെ വന്നു, ഈ ഭൂമി വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. ഇത് വിശ്വസിക്കുന്നവർ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ, അങ്ങനെയുള്ളവരൊക്കെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ്. പറയാണ്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. യേശുവിനെ സ്വീകരിക്കാത്ത ഒരാത്മാവും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എന്നിട്ട് പറഞ്ഞാൽ അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ.
അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ട് ഉണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. എന്നിട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകും. നമ്മളാരാണ്? ദൈവത്തിൽ നിന്നുള്ളത്. ദൈവത്തിൽ നിന്നുള്ളവരുടെ പ്രത്യേകത എന്താണ്? അവരെ ലോകത്തെ ജയിക്കുന്നവരാൾക്കാരാണ്. ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. എന്ന് പിശാചിൻ്റെ പ്രവൃത്തികളെ തകർത്ത് അതിനെ ജയാളികളായി തീർന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളിലുള്ളവൻ, നിങ്ങളുടെ അകത്തുള്ള ആൾ എന്ത് ചെയ്യണം? ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ള ആരാണ്? ആ വ്യക്തി ലോകത്തിലുള്ള എല്ലാവരേക്കാളും വലിയ ആളാണ്. എന്ന് പറഞ്ഞാൽ സകല പിശാചിനേക്കാളും യേശു വലിയവൻ എന്ന് നാം മറന്നുപോകരുത്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വചനം, 28-29 കൂടെ വായിക്കും. അവിടെ പറയണം, ദൈവാത്മാവിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ല അല്ലാതെ ബലവാൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കടന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീടും കവർ ചെയ്യാം. നമ്മൊരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ അകത്തൊരാൾ വന്നിരിക്കുകയാണ്. നമ്മൾ യേശുവിനെ സ്വീകരിച്ചത്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഇന്ന് യേശു ക്രിസ്തു ഒരു ദേവാലയത്തിനകത്തല്ല ഇരിക്കുന്നു. നമ്മുടെ ശരീരമെന്ന ആലയത്തിനകത്ത് യേശു വസിക്കുന്നു. പിശാചും വസിക്കുന്നത് മനുഷ്യൻ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം തന്നെ യേശുവിനെ സ്വീകരിച്ചവർ, യേശുവാണ് അവിടെ ഉള്ളിൽ വസിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആൾ സാധാരണ ആളല്ല, സകല ലോകത്തിലെ സകല പിശാചിനെയും ജയിച്ച ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളും ജയാളികളായി തീരും. എങ്ങനെ? ഈ ലോകത്തിൽ എല്ലാ വിഷയത്തിന്മേലും നിങ്ങൾ ജയാളികളായി തീരും. കാര്യം ലോകത്തെ ജയിച്ച വ്യക്തി യേശു ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരിച്ചറിവ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ഞങ്ങളിരിക്കുന്നു. ലോകത്തെ ജയിച്ച ഒരു വ്യക്തിയാണ്, സകല പിശാചിനെയും ജയിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതെന്നും അത് മുഖാന്തരം ഞങ്ങളെല്ലായിടത്തും ജയാളികളാണെന്നും തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ.